കഴിഞ്ഞ മുമ്പിലത്തെ ഞായറാഴ്ച ദൈവസഭയിൽ പറഞ്ഞ ഒരു ചിന്ത ഞാൻ പറയാം. തുടക്കത്തിൽ ആരാധനയോടുള്ള ബന്ധത്തിലാണ്. ദാവീദ് അപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ സിംഹം വന്ന് ഒരാടിനെ പിടിച്ചത് അല്ലേ? അതെ. ഈ ജോഗ്രഫിക്കൽ ചാനൽ കണ്ടിട്ടുള്ളവർക്കും കാണുന്നവർക്കും അറിയാം, സിംഹം മറ്റൊരു മൃഗത്തെ പിടിക്കുന്നത് കാലയിലോ കയ്യേലോ അല്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം, കഴുത്തിനാണ് പിടിക്കുന്നത്. സിംഹം പിടിമുറുക്കുന്നത്, ആദ്യം പിടിക്കുന്നത് കഴുത്തിനാണ്. അതിനകത്തൊരു ചിന്തയുണ്ട്. ഈ കഴുത്തിന് പിടി വീണ പിന്നെ ശബ്ദം കേൾക്കുകയല്ലോ. വാ തുറക്കണമെന്ന് ആഗ്രഹിച്ചാലും ശബ്ദം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാലും ശബ്ദം വെളി വരത്തില്ല. ഈ വാ തുറക്കാതെയും ശബ്ദം ഒട്ടും ഉപയോഗിക്കാതെയും ഇരിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കഴുത്തെ പിടി വീണിട്ടുണ്ട്. ചില വിചാരിക്കുന്ന ഈ അനങ്ങാതൊക്കെ ഇരിക്കുന്ന ഏതാണ്ട് വലിയ സ്റ്റാറ്റസാണ്. അത് വൃത്തികേടാണ്. എൻ്റെ ഭാഷ പറഞ്ഞാൽ എനിക്കറിയില്ല, ദൈവത്തിൻ്റെ ആത്മാവ് തുടക്കത്തിൽ തന്നെ എന്നോട് പറയും, ഇന്നത്തെ സഭായോഗത്തിനകത്ത് അസാധാരണമായ ചില വിടുതലുകൾക്ക് എൻ്റെ ധ്യാനമുറിയിൽ ഞാൻ ഇങ്ങനെയുള്ള മേഖലകൾ ധ്യാനിക്കുമ്പോൾ സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട്. നമ്മുടെ ഭാവനയിലാണ്. ആടിനോടൊന്ന് ചോദ്യം. എന്തായാലും ആട് രക്ഷപ്പെട്ടല്ലോ. ദാവീദാണ് ആടിനെ അവിടെ എഴുതിയിരിക്കുന്ന സിംഹത്തിൻ്റെ വായിൽ നിന്ന് വിടുവിച്ചെന്ന് എഴുതിയേക്കുന്നത്. ഈ രക്ഷപ്പെട്ട ആടുകൾ നമ്മളാണെന്നുള്ള കാര്യം നമുക്കറിയാം, വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായവും സങ്കീർത്തനം 23 ഒക്കെ കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ ആടുകൾ എന്ന് വിളിച്ചിരിക്കുന്നത്, വിശേഷിപ്പിച്ചിരിക്കുന്നത് നമ്മളെയാണ്. അപ്പോൾ ആ ദാവീദിൻ്റെ പ്രയത്നഫലമായി രക്ഷപ്പെട്ട ആടിനോട് ഒന്ന് സംസാരിക്കാൻ ശ്രമിച്ചെന്ന് നോക്കിയേ. വിഴുങ്ങാനായിട്ട് വായ് പിളർന്ന് കാട്ടിൽ നിന്ന് ചീറി അടുത്ത ആ സിംഹമാണോ, അതാണോ മനസ്സിൽ? ചിലർ പറയത്തില്ലേ, ആ ആക്സിഡൻ്റ് നടന്ന ആ രംഗം ഇപ്പോഴും ഓർക്കാൻ എനിക്ക് ഭയമാണ് പറഞ്ഞ ചില ഇൻസിഡൻറ്റുകൾ നമ്മൾ മറക്കുന്നില്ല അല്ലേ? അതിങ്ങനെ നമ്മുടെ ഒരു പിക്ചർ പോലെ നമ്മുടെ അകത്തിങ്ങനെ കിടക്കും. എന്താണ് ആ സിംഹം വന്ന വരവാണോ, പിടിച്ച ആ രംഗമാണോ, എന്താണ് ആടെ നിൻ്റെ മനസ്സിലുള്ളത് എന്ന് ചോദിച്ചാൽ, ഞാൻ ആ ആടിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് പറയുക, ആട് പറയും, അലറി അടുത്തു വന്ന സിംഹമൊന്നും അല്ല എൻ്റെ മനസ്സിൽ. എൻ്റെ മനസ്സിൽ ഇപ്പം എപ്പോഴും ഉള്ളത് സിംഹത്തിൻ്റെ വായിൽ നിന്ന് എന്നെ വിടുവിച്ച, എന്നെ വലിച്ചെടുത്ത, എനിക്ക് വീണ്ടും ഒരു ജീവിതം സമ്മാനിച്ച എന്റെ ഇടയനാണ്, എന്റെ ഇടയനാണ്. അതാ ആരാധന കേട്ടോ. വിടുവിച്ച കർത്താവിനെ മനസ്സിൽ ധ്യാനിക്കുന്നതാണ് ആരാധന. ഓ ഹല്ലേലൂയ! വിടുതൽ അനുഭവിച്ച ദൈവമക്കൾ ഔപചാരികതകൾ മറന്ന്, ആമേൻ, വർഷങ്ങളുടെ പഴക്കം മറന്ന്, പ്രായം മറന്ന്, ക്ഷീണം മറന്ന് വിടുവിച്ചവനെ സ്തുതിക്കാൻ വായികൾ തുറക്കട്ടെ ഇന്ന് പകലിൽ. ഓ ഹല്ലേലൂയ!
അപ്പം ശരിക്കും ആരാധന എന്ന് പറയുന്നത്, എനിക്ക് പഴയ നിയമത്തിൽ കിട്ടിയ ഒരു വെളിപ്പാട് അതാണ് ആരാധന. കണ്ണടച്ചാലും കണ്ണു തുറന്നാലും മനസ്സിൽ ഇടയനാ. അങ്ങനെയൊക്കെ ഒരു സഭായോഗത്തിൽ ഇരുന്ന് വെക്കുക, സമയം പോകുന്ന അറിയത്തില്ല. കാരണം ആ ചാടി വീഴാൻ അങ്ങനെ ഒരു ഇടയൻ ഇല്ലായിരുന്നെങ്കിൽ ഞാനും നിങ്ങളും ഇന്നിവിടെ ഉണ്ടാവില്ല. യേശുവിന്റെ നാമത്തിൽ അതുകൊണ്ട് വിടുവിച്ച കർത്താവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കുറച്ചു നേരം നമുക്ക് ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കാം. എത്ര നേരം എടുക്കുമെന്നൊന്നും എനിക്ക് പറയാനൊക്കത്തില്ല. എനിക്കൊരു സമയം ഇവിടെ സംഘാടകർ ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കഫർനഹൂമിൽ ചെന്നു. അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി. ഉടനെ വാതിൽക്കൽ പോലും ഇടമില്ലാതെ വണ്ണം പലരും വന്നുകൂടി. അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. അപ്പോൾ 4 ആൾ ഒരു പക്ഷപാതക്കാരനെ ചുമന്ന് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാര നിമിത്തം അവനോട് സമീപിച്ചുകൂടായികയാൽ അവൻ ഇരുന്ന സ്ഥലത്തിന്റെ മേൽപ്പുര പൊളിച്ചു തുറന്ന് പക്ഷപാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. മതി. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് വിശുദ്ധ തിരുവെഴുത്തിൻ്റെ മുമ്പിലായിരിക്കാം. വേദശാസ്ത്രികളുടെ കണ്ടെത്തലുകൾ അനുസരിച്ച് 4 സുവിശേഷങ്ങളിൽ ആദ്യം എഴുതപ്പെട്ട സുവിശേഷം മർക്കൂസിൻ്റെ സുവിശേഷമാണ്. ചെറിയൊരു സുവിശേഷം എന്ന് പറഞ്ഞാൽ അധ്യായങ്ങൾ കൊണ്ട് വെറും 16 അധ്യായങ്ങളെ ഉള്ളൂ ഈ കൊച്ചു പുസ്തകത്തിന്. എന്നാൽ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ നല്ലൊരു പങ്ക് വിശദാംശങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ള സുവിശേഷം ലൂക്കോസിൻ്റെ സുവിശേഷമാണ്. അത് നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. രോഗപ്പഴക്കം സംബന്ധിച്ച കാര്യങ്ങൾ, രോഗത്തിൻ്റെ ആ തീവ്രത തുടങ്ങിയ കാര്യങ്ങളൊക്കെ ലൂക്കോസ്, അദ്ദേഹം ഒരു മെഡിക്കൽ ഡോക്ടറും കൂടെ ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സുവിശേഷത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ വിശദമായി വിശകലനം ചെയ്തിട്ടുണ്ട്. എന്നാൽ വളരെ ചുരുക്കി സുവിശേഷം ചമച്ച ആളാണ് ചരിത്രം. യേശുവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ എഴുതിയ ആളാണ് മർക്കോസ്. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുന്നു. ഈ പുസ്തകത്തെക്കുറിച്ചോ അധ്യായത്തെക്കുറിച്ചോ ഒന്നും പറഞ്ഞ് അവതരിപ്പിക്കാൻ ഇത് ബൈബിൾ ക്ലാസ് ഒന്നുമല്ല, ഇതൊരു സഭായോഗമാണ്. ഞാൻ ആദ്യത്തെ ഭാഗമുണ്ടല്ലോ, ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ, ആ പദം എൻ്റെ മനസ്സിൽ തട്ടിയത് കൊണ്ടാണ് ഈ വാക്യം തന്നെ ഒന്ന് ധ്യാനിക്കാൻ സമയമെടുത്തത്. അവൻ പിന്നെയും കഫർനഹൂമിൽ ചെന്നു. പിന്നെയും ഞാൻ ആ വാക്യം അത് ഇത്രയും വർഷത്തെ സഭാ ശുശ്രൂഷ ജീവിതത്തിൽ ഈ വാക്യം ഇതുപോലെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഒരുപക്ഷെ എൻ്റെ അനുഭവങ്ങളോട് ബന്ധപ്പെട്ടായിരിക്കും ദൈവം എന്നോട് ഇങ്ങനെ ഇടപെടുന്നത്. പിന്നെയും എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ചെന്ന് എന്തെങ്കിലും ചെയ്തിട്ട് ആ വഴിക്ക് പോകയല്ല, പിന്നെയും. സ്തോത്രം. അതൊരു നല്ല ചിന്തയാണ്. പിന്നെയും കഫർനഹൂമിനെ കുറിച്ച് നമ്മൾ അറിയാൻ ഒരന്വേഷണം നടത്തിയാൽ ദ സിറ്റി ഓഫ് ജീസസ് എന്നാണ് കഫർനഹൂം അറിയപ്പെട്ടത്. ഇന്ന് ഇസ്രായേലിൽ പോകുന്ന ഒരാൾക്കും ആ ബോർഡ് കാണാം, ദ സിറ്റി ഓഫ് ജീസസ്. യേശുവിൻ്റെ പട്ടണമെന്നാണ് കഫർനഹൂം അന്നറിയപ്പെട്ടതും
ഇപ്പോൾ അറിയപ്പെടുന്നത്. അവിടെ ബോർഡുണ്ട്. നമുക്കറിയാം യേശു ജനിച്ചത് ബേത്ലഹേമിലാണ്. യേശു വളർന്നത് നസറത്തിലാണ്. യേശു ശുശ്രൂഷയിൽ ഒരുപാട് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് കഫർനഹൂമിലാണ്. ഞാൻ ഈ സ്ഥലങ്ങളുടെ പ്രത്യേകതകളൊന്നും വിശദീകരിക്കുന്നില്ല. എനിക്കത് ഇഷ്ടമുള്ള ഭാഗമാണ്. ജനിച്ചത് ബേത്ലഹേമിലാണ്, വളർന്നത് നസറത്തിലാണ്, ശുശ്രൂഷ കൂടുതൽ ചെയ്യാൻ പിന്നെയും അവിടെ പോണം എന്ന് കർത്താവിൻ്റെ മനസ്സിൽ വന്നത് കഫർനഹൂമിലാണ്. പിന്നെയും കർത്താവ് ചിലത് ചെയ്യുന്നു. ഞാൻ തുടക്കത്തിൽ പറയുക എന്ന് പറഞ്ഞാൽ ഇന്നലകളിൽ അല്ലേ, അങ്ങനെ അർത്ഥമാണ് അതിന്. ഇന്നലകളിൽ ചെയ്തതല്ല, മറ്റെന്തോ ഒന്ന്. ഹല്ലേലൂയ! ഇത് വചനമാണ്. ഇത് ടി.ഡി. വകുപ്പാസയുടെ ദൂതൊന്നുമല്ല. ഇന്നലകളിൽ ചെയ്തതിന്റെ ആവർത്തനമല്ല, പുതിയതൊന്ന് ചെയ്യാൻ അവൻ പിന്നെയും. അങ്ങനെയാണ് ഞാൻ പറയും, ഇന്നത്തെ സഭായോഗത്തിൽ എന്റെ കർത്താവ് വന്നത് ഇന്നലകളിൽ എന്തെങ്കിലും ചെയ്തതിന്റെ ചെയ്തത് ആവർത്തിക്കാനല്ല, പുതിയതൊന്ന് പുതിയതൊന്ന് പുതിയതൊന്ന്. ഞാൻ ഒരു പഴയ നിയമ കണക്ഷൻ ആ വാചകത്തിന് തരാം. പിന്നെയും ചെന്നു എന്നുള്ള ആ വാചകത്തിന് ഒരു പഴയ നിയമ കണക്ഷൻ നമുക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിലേക്ക് വന്നാട്ട്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വായിച്ചു. അവർ അവനോട് 8:9. പിന്നെ അവൻ വെണ്ണയും പാലും താൻ പാകം ചെയ്യിച്ച കാളക്കുട്ടിയെയും കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ വച്ചു. അവരുടെ അടുക്കൽ വൃക്ഷത്തിന് കീഴിൽ ശുശ്രൂഷിച്ചു നിന്നു. അവർ ഭക്ഷണം കഴിച്ചു. അവർ അവനോട്, നിന്റെ ഭാര്യ സാറ എവിടെയെന്ന് ചോദിച്ചതിന് കൂടാരത്തിലുണ്ട് എന്ന് അവൻ പറഞ്ഞു. ഒരാണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും. അതാണ് ആ വാക്യം മനസ്സിലായ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഇയർ. പിന്നെയും ഇപ്പം ഞാൻ വന്നത് കൂടാതെ ഇപ്പം വന്നത് വാഗ്ദത്തത്തെ കുറിച്ചൊന്ന് ഓർപ്പിക്കാനാണെങ്കിൽ ഇനി ഞാൻ വരുന്നത് ആ വാഗ്ദത്തം നിന്റെ കയ്യിൽ തരാനാ. ഹല്ലേലൂയ! പിന്നെയും ഇന്ന് പകലിൽ ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന ചിലരോട് ദൈവാത്മാവ് തന്റെ വചനത്തിലൂടെ ഇടപെടുന്നു. പിന്നെയും യെസ്, ഒരു വർഷത്തെ ഗ്യാപ്പാണ് ഇവിടെ യഹോവയുടെ ദൂതൻ പറയുന്നതെങ്കിൽ മാസങ്ങളുടെ ഗ്യാപ്പിൽ അസാധാരണമായ ചില ദൈവപ്രവൃത്തികൾ, അസാധാരണമായ ചില ദൈവപ്രവൃത്തികൾ അബ്രഹാമേ, നിന്റെ കുടുംബത്തിൽ ചെയ്തെടുക്കാൻ എനിക്ക് പദ്ധതിയുണ്ട്. ഇപ്പം വന്നിട്ട് വയറ് നിറച്ച് കഴിച്ചിട്ട് പോകുകയല്ല, ഞാൻ പിന്നെയും വരും. ഓ ഹല്ലേലൂയ! എനിക്കറിയത്തില്ല ആരോടൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ പിന്നെയും ആമേൻ, ചില വാഗ്ദത്തങ്ങളുടെ നിവർത്തിയുമായി, ചില മറുപടികളുമായി പിന്നെയും ഓ ഹല്ലേലൂയ! എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്കുകളാണല്ലേ. ഒരിക്കൽ വന്നുപോയ നമുക്കുള്ള പലരും
പിന്നെ വന്നിട്ടില്ല. പക്ഷെ നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത, നീ മറുപടി കാണുന്നത് വരെ again and again, again. വീണ്ടും വീണ്ടും യെസ്, ഈ ഡെലിവറൻസ് ചർച്ചിന് വേണ്ടി അവൻ വീണ്ടും, ഇവിടുത്തെ കുടുംബങ്ങൾക്ക് വേണ്ടി അവൻ പിന്നെയും. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ആ വീട്ടിലൊക്കെ പിന്നെയും പിന്നെയും എങ്ങനെ പോകാതിരിക്കും? അബ്രഹാം കൂടാരവാതിക്കൽ ഇരിക്കുന്നു, വയസ്സ് 99 മമ്രയുടെ തോപ്പിലെ വഴിയിലൂടെ 3 പേര് പോന്നു. 3 പേരെയും പരിചയമില്ല അബ്രഹാമിന്, അപരിചിതരാണ്. എനിക്കത് ഇന്നും, എനിക്ക് ആ ആദിത്യ മര്യാദയുടെ മര്യാദ എനിക്ക് പിടികിട്ടിയിട്ടില്ല. എന്നാ ആദിത്യ മര്യാദ അത്? നമ്മുടെ വീട്ടിലിപ്പോൾ ഒരു ഗസ്റ്റ് വരുന്നു, കോളിംഗ് ബെല്ലടിക്കുന്നു, നമ്മൾ കതക് തുറക്കുന്നു, വരുന്നു. ഇത് നമ്മൾ സിറ്റ് ഔട്ടിൽ ഇരിക്കുമ്പോൾ ഒരു പരിചയമില്ലാത്ത 3 പേര് പോന്നു. ആലോചിച്ചിട്ടേ അല്ലേലിയ പറയാവൂ. ഇതൊക്കെ ഒന്ന് കേട്ടിട്ട് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു പരിചയമില്ലാത്ത 3 പേര് പോന്നു. ഈ 99 വയസ്സുള്ള മനുഷ്യൻ അങ്ങോട്ടോടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞ് അവരെ നമസ്കരിച്ചു, വന്ദനം ചെയ്തു. നമസ്കരിച്ചെന്ന് പറഞ്ഞാൽ അവിടെ വന്ദനം ചെയ്തു എന്നാ, വന്ദനം ചെയ്തു. ആരാ? 99 വയസ്സ്. ഞാൻ അബ്രഹാമിൽ നിന്ന് പഠിച്ച പാഠങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പാഠം, അബ്രഹാമിനെ കുറിച്ച് ബൈബിളിൽ എഴുതിയിരിക്കുന്ന അബ്രഹാം ബഹുസമ്പന്നനായിരുന്നെന്ന്. എന്ന് പറഞ്ഞാൽ അന്നത്തെ കോടിപതിയാ, അക്കാലത്തെ കോടിപതിയാണ് അബ്രഹാം. അബ്രഹാമിന് അപരിചിതരുടെ മുമ്പിൽ കുനിയാൻ മനസ്സുണ്ടായിരുന്നു. 10 പുത്തനും അതിൻ്റെ ഒരു പച്ചപ്പും ഒക്കെ നമ്മുടെ ആളുകൾക്ക് വന്നപ്പോൾ ഞാൻ ആരാണ്ടാണെന്നോ ഏതാണ്ടാണെന്നോ ഒക്കെയുള്ള തോന്നല്, അത് നല്ലതാ. വീട്ടിലുള്ളവർക്ക് പോലും ഇതുവരെ തോന്നിയിട്ടില്ല. നമ്മൾ എന്തോ ആണെന്ന് നമുക്കങ്ങ് തോന്നുവാണ്. അവിടെയൊക്കെ നോക്കുമ്പോൾ എനിക്ക് ഈ അബ്രഹാമിൻ്റെ മനസ്സ്, എന്തൊരു മനസ്സായത്. വാസ്തവത്തിൽ സാറായെ ഇതിലും അഭിനന്ദിക്കണം. ഒരു പരിചയമില്ലാത്ത 3 പേരെ അവരും പ്രായമല്ലേ വിളിച്ചോണ്ട് വരികയാണ്. വിളിച്ചോണ്ട് വന്ന് മുറ്റത്ത്, കൂടാരമുറ്റത്ത് നിന്നുകൊണ്ട് തന്നെ അബ്രഹാം പറഞ്ഞു, 3 ഇടങ്ങഴി മാവ്. അപ്പോൾ എന്നോ ചാപ്പാടാ അതൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. ഞാൻ ഒരു കാര്യം പറയാം പ്രിയപ്പെട്ടവരെ, അത് എല്ലാവരെ കൊണ്ടും പറ്റിയല്ല. നമ്മുടെയൊക്കെ ഇടയിൽ, നമ്മുടെയൊക്കെ അടുത്ത് ഒരാൾ വന്നാൽ, ബന്ധമായാലും സ്വന്തമായാലും, 5 മണിക്കൊരു ബസ്സുണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ 8 ഉള്ളെന്ന് പറയും. ഈ വന്നയാൾ ഇതൊന്നും ചോദിച്ചില്ല. പക്ഷെ നമ്മൾ ഭയങ്കര തന്ത്രശാലികളാണല്ലോ. 5ന്റെ ബസ് പോയാൽ പിന്നെ എന്ന് പറഞ്ഞാൽ 8 മുമ്പേ വിട്ടോ എന്നാണ് അതിൻ്റെ. ഹല്ലേലൂയ. നമ്മൾ പൊട്ടന്മാരൊന്നും അല്ലല്ലോ. അപ്പം ആ പ്രായമുള്ള അപ്പനും അമ്മയും ആ മനുഷ്യരെ ഒരു പരിചയവുമില്ലാത്ത 3 പേർക്ക് വേണ്ടി ആ വീട് തുറന്നു കൊടുക്കുകയാണ്. കാളക്കുട്ടിയെ അറുത്ത്. അപ്പോൾ ശരിക്കും 3 ഇടങ്ങഴി മാവ് കുഴച്ച് ചപ്പാത്തി ആയിരിക്കാം. അപ്പോൾ ചപ്പാത്തിയും ബീഫും പാചകം ചെയ്ത് കൊടുത്തു എന്നൊക്കെ പറയുന്നത്, ഞാൻ ദൈവമക്കളോട് പറയാം, നമ്മുടെ വീട്ടിലൊക്കെ ദൈവമക്കളൊക്കെ ഒന്ന് വന്ന് ഒരു ചായ ഒരു പപ്സും ഒക്കെ കഴിച്ച് ഒന്ന് പ്രാർത്ഥിച്ചേച്ച് പോകുന്ന വലിയ അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ചിലർക്ക് പിന്നെ അതൊന്നും ഒരു വിഷയമല്ല. മീറ്റിംഗ് നടക്കുന്ന സകല സ്ഥലത്തും പോയി തിന്നും. ആ തിന്നുന്നതിന് തന്നെ ഒരു മര്യാദയില്ല. നമ്മൾ ചിലരുടെ ആഹാരം കഴിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ പിണങ്ങൊന്നും ചെയ്യരുത്. എനിക്ക് തന്നെ അല്പം ഇങ്ങനെ എങ്ങനെയാ തിന്നുന്നത്? ആ വാരുന്ന വാരൊക്കെ കണ്ടാലേ ആകെ 5 വിരലേ ഉള്ളൂ, 25 വിരലുള്ളത് പോലെയാ വാരുന്നത്. അങ്ങ് തിന്നുക. അപ്പോൾ
ജീവിക്കാൻ നമുക്ക് ആരോഗ്യം വേണം, ഭക്ഷണം നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കണം. പക്ഷേ ആ തീറ്റി കാണുമ്പോഴേ വേറെ ആർക്കും ഒന്നും തോന്നാതിരിക്കണം. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുക. എനിക്ക് തോന്നുന്നു ഞാൻ പണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ആളുകൾക്ക് ഈ എറണാകുളം ജില്ലയിൽ ഞാൻ കണ്ണൂർ ജില്ലക്കാരനാണ്. അപ്പോൾ എറണാകുളം ജില്ലയിൽ സെറ്റിലായ ശേഷം എനിക്ക് മനസ്സിലായത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ഈ ബീഫും പോർക്കും. കല്യാണത്തിനൊക്കെ ആയാലും പോർക്കൊക്കെ ഉണ്ട്. പോർക്കിന് ഫാറ്റ് കുറവാണ്. നെയ്ക്കഷണം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് ഫാറ്റ് കുറവാണ്. വിദേശികളായ സായിപ്പന്മാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീറ്റ് പോർക്കിൻ്റേതാണ്. ഈ കണ്ടമാനം അതൊക്കെ ഇടയ്ക്ക് ഇച്ചിരി കഴിക്കാം, അത് ഒരു അല്പമേ കഴിക്കാവൂ, കാരണം കൂടുതൽ കൊഴുപ്പുള്ള സാധനമാണ്. ചില കല്യാണങ്ങൾക്കൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ബീഫ് ഉണ്ണുകയും ചോറ് കൂട്ടുകയോ ഈ ചിലരുടെ പാത്രത്തിൽ വിളമ്പിക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്തി നോക്കണം, പുള്ളി അതിനപ്പുറത്തിരിക്കുക സിയോൻ പർവ്വതം പോലെ. എന്നിട്ട് ഇരുന്നങ്ങ് തിന്നുക. അപ്പം ഇങ്ങനെയുള്ളവർക്ക് വരുന്ന കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ ഈ ബ്ലഡിനകത്ത് ഫാറ്റിൻ്റെ സെല്ല് ഫോം ചെയ്യും. ഫാറ്റ് സെൽസ് നമ്മുടെ ബ്ലഡിനകത്ത് ഫോം ചെയ്യും. അപ്പോൾ ഈ രക്തം ശരിക്കും ഓടാൻ പറ്റാതെ മെഡിസിനുമായി ബന്ധപ്പെട്ടവരൊക്കെ കാണുക, ഫാറ്റ് സെല്ല് ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് ഈ സ്ട്രൈക്കൊക്കെ ഉള്ള സമയത്ത്, ബന്ധമൊക്കെ ഉള്ള സമയത്ത്, ഹർത്താലുള്ള സമയത്ത് റോഡിൽ കല്ല് പിടിച്ച് വെക്കത്തില്ലേ, വലിയ തടിക്കഷ്ണമൊക്കെ എടുത്ത് വെക്കത്തില്ലേ, ഇതുപോലെ ബ്ലഡ് ഓടാതിരിക്കും ഈ ഫാറ്റിൻ്റെ സെല്ല് കിടക്കും. അന്നേരമാണ് നമ്മൾ വീട്ടിലുള്ളവർ പറയുന്നത് അവിടെ അല്ല ഇവിടെ ഈ കറക്റ്റ് വേദനയുടെ സ്ഥലം നമ്മൾ ചൂണ്ടിക്കാണിക്കുക. എന്നറിയോ, അവിടെയാണ് ആ കൊഴുപ്പ് കിടക്കുന്നത്. അപ്പം ഈ രക്തത്തിന് ഓടാൻ പറ്റത്തില്ല. പഴയ ആളുകൾ അങ്ങനെ വേദന വരുമ്പം ചെയ്ത് വന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വെള്ളം ചൂടാക്കി തോർത്തതിനകത്ത് മുക്കി അവിടെ ഇങ്ങനെ ചൂട് വെക്കും. ഒരു 5 മിനിറ്റ് നേരം ചൂട് വെച്ച് കഴിയുമ്പോൾ ഇപ്പം എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയുന്നൊരു കാര്യമാണ്, ചൂട് വെച്ചേ പിന്നെ ഒരാശ്വാസമുണ്ട്. ഒരു മെഡിസിനും കഴിച്ചില്ലേ, ഈ ചൂട് വെച്ചപ്പോൾ എങ്ങനെ ആ പർട്ടിക്കുലർ പ്ലേസിൽ ഉണ്ടായ വേദന മാറി എങ്ങനെ? അത് കേട്ടപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ചൂട് ചെന്നപ്പോൾ അവിടെ കിടന്ന ആ നെയ് ഉരുകി രക്തത്തിന് പോകാൻ ഒരു ചെറിയ വഴി കിട്ടി, കുറച്ചുരുകി. ഇത് നമ്മുടെ ഇടയിൽ നടക്കുന്ന കാര്യമാണ്. പക്ഷേ ദൈവമക്കളുടെ ഇടയിലെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ, അങ്ങനെ ഒരു വേദന വന്നാൽ നമുക്കൊരൊറ്റ മൂലിയേ ഉള്ളൂ. ഒരൊറ്റ മൂലി. കൈയടിക്കാൻ കഴിയാതെ, കരങ്ങൾ ഉയർത്താൻ കഴിയാതെ, കൈക്കും തോളിനും വേദന ഇട്ടുകൊണ്ട് എന്തോ ഇടലാതെ. എനിക്ക് ചില മലയാളങ്ങളോട് ഭയങ്കര വെറുപ്പുള്ള ഒരാളാണ്. എന്തിനാ ഈ പിശാചിനെ ഇത്രയും വർണ്ണിക്കുന്നതെന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. എനിക്ക് വർണ്ണിക്കാനുള്ളത് എൻ്റെ കർത്താവിനെയാണ്. ആമേൻ. അതുകൊണ്ട് എനിക്ക് പിശാചിൻ്റെ പ്രവൃത്തികളെ ഇങ്ങനെ വർണ്ണിച്ച് ദൂതൊക്കെ പറയുന്ന കേൾക്കുന്നുണ്ടല്ലോ, എനിക്ക് പുച്ഛമാണ് അതിനോട്. കാരണം അവൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കാൻ നമ്മൾ വാക്കുകൾ ഉപയോഗിക്കരുത്. നിങ്ങൾ അവനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല. പിശാചില്ലായിരുന്നേ നമ്മുടെ പല ആളുകളും തെണ്ടിപ്പോയനെ. പിശാചിനെ വെച്ചല്ലേ ആളുകൾ കാശുണ്ടാക്കുന്നത്. കാരണം ഇതിനകത്ത് പെട്ടെന്ന് വീണു പോവും. ശരിയാ, കൈയടിക്കാൻ പറ്റുന്നില്ല ഈ വേദന ഉള്ളത് കൊണ്ട്. പക്ഷേ സ്ഥലം സഭയിലെ പാസ്റ്റർക്കറിയാം ആ വേദന മാറാൻ വേറൊരു ഒറ്റമൂലി ഉണ്ടെന്ന് കറക്റ്റ് അറിയാം. എന്താണെന്നറിയോ? തീറ്റി കുറച്ചാൽ മതി. 1 2 പാട്ട് പാടുമ്പോൾ ഇങ്ങനെ മാന്താതെ നല്ലപോലെ ഒന്ന് കൈയടിച്ച് നോക്കി. ശരീരത്തിന് ദൈവം ആരോഗ്യം തന്നിട്ടുണ്ടെങ്കിൽ, ബലം തന്നിട്ടുണ്ടെങ്കിൽ,
ആമേൻ. ദൈവമക്കളെ, ഞാനത് അനുഭവിക്കുന്ന ഉപദേശിയാണ് കേട്ടോ. ഇന്ന് രാവിലെ തന്നെ എനിക്ക് 5 മണിക്ക് അലാറം വെച്ച സാധാരണ എഴുന്നേക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം മേഴ്സി എന്നോട് പറഞ്ഞു, പപ്പേ വയ്യെങ്കിൽ ഇന്ന് വരണ്ട, ഇനി ഇത് കഴിഞ്ഞിട്ട് വേറെ അടുത്ത് പോകണമല്ലോ. ഞാൻ പറഞ്ഞു ഭയങ്കര ക്ഷീണമുണ്ട്, പക്ഷേ ഇന്ന് വരാതിരിക്കുന്ന അങ്ങനെ ഒരു ഗസ്റ്റും ഉണ്ട്. അദ്ദേഹം ആൻഡമാൻസിൽ ശുശ്രൂഷിക്കുന്ന ആളാണ്, എൻ്റെ സുഹൃത്താണ്. ഗസ്റ്റും ഉണ്ട്. ഞാൻ പറഞ്ഞു എന്തായാലും വരാം. ഞാൻ പറഞ്ഞൊരു വാചകം എൻ്റെ അനുഭവം പറയുന്നത് കേട്ടോ. ഒന്ന് ആരാധിച്ച് കഴിയുമ്പോൾ ഈ ക്ഷീണം മാറുമെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ദൈവമക്കളോട് പറയുക, ഈ തഴക്കവും പഴക്കവും ഒന്നും ഭാവിച്ചാരും ഇതിനകത്തിരിക്കരുത്. നീ നിന്റെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ ക്ഷീണം മാറാനല്ല ആരാധന, വിടുതലിനുള്ള ഉപാധിയുമല്ല ആരാധന. പക്ഷെ എൻ്റെ ക്ഷീണം വെച്ചുകൊണ്ട്, എൻ്റെ രോഗം വെച്ചുകൊണ്ട്, എൻ്റെ ബലഹീനത വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ ശരീരം കൊണ്ട് മഹത്വപ്പെടുത്തിയാൽ എൻ്റെ ശരീരത്തിൽ രോഗശാന്തിയുടെ കൃപ വ്യാപരിക്കും. ഇന്നത്തെ സഭായോഗത്തിൽ ആ വിടുതൽ നടക്കട്ടെ. നെറുക മുതൽ പാദം വരെ രോഗശാന്തിയുടെ ആത്മാവ് ഹല്ലേലൂയ ഇതിനകത്ത് വ്യാപരിക്കട്ടെ. അപ്പൊ ഞാൻ ആ ഭാഗം വിടുന്നു. ഞാൻ പറഞ്ഞത് എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബം അതല്ലേ. ആ അപ്പനും അമ്മയും കൂടെ 3 ഇടം കഴി മാവ് കുഴച്ച് ഇറച്ചിയും കറി വെച്ച് വന്നവരെ നന്നായി ശുശ്രൂഷിച്ചു. വയറ് നിറച്ച് കഴിച്ചിട്ട് പോകാൻ നേരം പറയുക, ഇപ്പൊ ശാപ്പാടൊക്കെ അടിച്ച് ഞങ്ങൾ സംതൃപ്തരായി പോവുക. നോ, പിന്നെയും വരും. നീ കരയുന്ന വിഷയമുണ്ടല്ലോ, നിന്റെ ഉള്ളത്തെ തകർക്കുന്ന കാര്യമില്ലേ, ആമേൻ, നീ കാത്തിരിക്കുന്ന വിഷയമില്ലേ, വിടുതൽ നടക്കേണ്ട വീടാ ഇത്. വിടുതൽ നടക്കേണ്ട വീടാ. ഞാൻ പിന്നെയും വരും. നെക്സ്റ്റ് ഇയർ, അടുത്ത ആണ്ടിൽ ഞാൻ പിന്നെയും വരും. ഞാൻ മാസവും കാലവും ഒന്നും പറയുന്ന ആളല്ലെങ്കിലും 2024 നമ്മെ വിട്ടുപിരിയാൻ ചുരുങ്ങിയ നാളുകളെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അടുത്ത വർഷം എന്നുള്ള പദം ഞാൻ ഈ വചനം വെച്ച് ഉപയോഗിക്കുകയാണ്. 2025 ആരംഭ നാളുകളിൽ തന്നെ കാത്തിരുന്ന ചില വിടുതലുകൾ. രക്തം ജയം. ചെറുപ്പക്കാരുടെ ജീവിതത്തിൽ, തലമുറകളുടെ ഭാവി വിഷയത്തിൽ അത് സംഭവിക്കും. അടുത്ത ആണ്ടിൽ ഹല്ലേലൂയ. മാസങ്ങളുടെ വ്യത്യാസമേ ഉള്ളൂ. അങ്ങനെ ചില വിടുതലുകൾ ഏറ്റെടുക്കാൻ ഒരുങ്ങിക്കോളാൻ ദൈവാത്മാവ് പറയുന്നു. ഹല്ലേലൂയ. പിന്നെയും എന്നുള്ള പദത്തിൽ ഇനി ഞാൻ പറഞ്ഞ എൻ്റെ മനസ്സിലുടക്കിയ ഈ പദത്തിനൊരു കണക്ഷൻ കർത്താവിനോട് ചോദിച്ചപ്പോഴാണ് ഈ ഭാഗം എൻ്റെ മനസ്സിൽ വന്ന്. എനിക്കും ധൈര്യമായി. കാരണം വിടുതൽ നടക്കേണ്ട വീട്ടിലാ പിന്നെയും വരുമെന്ന് പറഞ്ഞു അല്ലേ. അടുത്ത ആണ്ടിൽ ഈ ദൂതൊക്കെ ഉണ്ടല്ലോ, ഇതങ്ങ് വിഴുങ്ങിയേക്കണം. ഈ വചനം അകത്ത് കിടന്ന് കത്തട്ടെ. ഓ ഹല്ലേലൂയ.
നിങ്ങളിൽ ചിലര് കർത്താവ് വരാൻ താമസിച്ച 2025 ആരംഭ നാളുകളിൽ നിങ്ങളുടെ ചിലരുടെ സാക്ഷ്യം അത് തന്നെയായിരിക്കും. ഇന്നലകളിൽ ചെയ്തതല്ല, ഇന്നലകളിൽ ലഭിച്ചതുമല്ല, പിന്നെയും അവൻ ചിലത് ചെയ്യുന്നു, അവൻ ചിലത് ചെയ്തു. നമ്മൾ പഴയ നിയമത്തിലെ ഒരു വീട് കണ്ടു. പിന്നെയും ഇതുപോലെയാണ് ഈ കഫർന്നഹൂമിൽ നോക്കിയാ, പിന്നെ അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി. അപ്പം ചുമ്മാ കഫർന്നഹൂം വിസിറ്റ് ചെയ്തതല്ല കർത്താവ്. കർത്താവ് ഒരു വീട്ടിലേക്കാണ് വന്നേ. പിന്നെയും കണ്ടോ, പിന്നെയും അവൻ വീട്ടിലാണ് വന്നത്. കഫർന്നഹൂമിലെ ഒരു വീട്ടിൽ യേശു ഉണ്ടെന്ന് ശ്രുതിയായി. ഞാൻ പഴയ നിയമത്തിൽ നിന്ന് പറഞ്ഞു, പിന്നെയും വരുന്നെങ്കിൽ ഓർത്തോണം, ഇതുവരെ ലഭിച്ചിട്ടില്ലാത്തത് ആ വരവിലായിരിക്കും ലഭിക്കുക. ഇതുവരെ നടന്നിട്ടില്ലാത്തത് ആ ട്രിപ്പിലായിരിക്കും നടക്കുക. ആമേൻ. ഇനിയുള്ളത് വായിക്കേണ്ട കാര്യമില്ല, വളരെ ചുരുക്കി പറഞ്ഞ് ഞാൻ നിർത്താം. നമുക്കറിയാവുന്ന കാര്യമായതുകൊണ്ട്. ഇപ്പോൾ പുരുഷാരം വന്നുകൂടി യേശു ഉണ്ടെന്ന് ശ്രുതിയായപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, ഉടനെ വാതിൽക്കൽ പോലും ഇടമില്ലാതെ വണ്ണം പലരും വന്നുകൂടി അവൻ അവരോട് തിരുവചനം പ്രസംഗിച്ചു. ഈ വീടിൻ്റെ ഒരു പല പ്രത്യേകതകളിൽ രണ്ടാമത്തെ പ്രത്യേകത, യേശുവിന് ശുശ്രൂഷിക്കാൻ സ്വാതന്ത്ര്യമുള്ള വീട്. സ്തോത്രം. അവിടെ നിൽക്കുന്നില്ല. നമ്മുടെയൊക്കെ വീട്ടിൽ കർത്താവിന് ശുശ്രൂഷിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ? കർത്താവ് മനസ്സ് തുറന്ന് ശുശ്രൂഷിക്കട്ടെ നമ്മുടെ വീടുകളിൽ. അവൻ കയറി ഇറങ്ങട്ടെ നമ്മുടെ വീടുകളിൽ. അപ്പോൾ മറ്റൊന്ന്, യേശു ആ വീട്ടിൽ വന്നു എന്ന് പറയുമ്പോൾ യേശു എപ്പം വന്നാലും 2 കൈയും നീട്ടി സ്വീകരിക്കുന്ന വീടാ. അതുകൊണ്ടാണല്ലോ പിന്നെയും ആ വീട്ടിൽ തന്നെ വന്നത്, വേറൊരു വീട്ടിൽ പോയില്ല. അത് പ്രത്യേകം ദൈവമക്കളെ ശ്രദ്ധിക്കുക. നമ്മൾ കർത്താവിനോട് കാണിക്കുന്ന ബഹുമാനവും സ്നേഹവും അനുസരിച്ച് തിരിച്ചു പ്രതീക്ഷിക്കാവൂ. ചില കെട്ടുകൾ അഴിക്കാൻ നമ്മൾ തന്നെ മതി. നമ്മുടെ ചില ഇടപെടലുകളും നമ്മുടെ ചില വാക്കുകളും നമ്മുടെ ചില മനോഭാവങ്ങളും നമ്മളെ കർത്താവിൽ നിന്ന് അകറ്റാത്തതായിരിക്കട്ടെ, കർത്താവിനോട് അടുപ്പിക്കുന്നതായിരിക്കട്ടെ. അപ്പം അങ്ങനെ പ്രത്യേകതകളുള്ള വീടാണ്. യേശുവിന് എപ്പം വേണേലും വന്ന് കയറാൻ സ്വാതന്ത്ര്യമുള്ള വീട്, മനസ്സ് തുറന്ന് ശുശ്രൂഷിക്കാൻ സൗകര്യമുള്ള വീട്. അതിനൊക്കെ കഴിയുന്നത് ആ വീട്ടുകാരുടെ മനസ്സുകൊണ്ടല്ലേ, വീട്ടുകാർ നല്ല മനസ്സുള്ളവരായതുകൊണ്ടല്ലേ. സ്ഥലം എന്നോട് ചോദിക്കരുത്. ഞാൻ അടുത്ത വർഷമാകുമ്പോൾ സഭാ ശുശ്രൂഷയിൽ 40 വർഷമാവും. ഇപ്പോഴും എൻ്റെ മനസ്സിൽ വേദനയായി കിടക്കുന്നൊരു കാര്യമുണ്ട്. ഇറ്റാലിയൻ മാർബിൾ കൊണ്ട്, കൊല്ലം ജില്ലയിലാണ്, സ്ഥലം ഞാൻ പറയുന്നില്ല. ഞാൻ 16 വർഷം കൊല്ലം ജില്ലയിലായിരുന്നു. മാർബിൾ കൊണ്ടാണ് പിള്ളേരൊക്കെ പുറത്തു പോയപ്പോൾ ആ വീടിൻ്റെ അകമെല്ലാം ചെയ്തിരിക്കുന്നത്. ഇറ്റാലിയൻ മാർബിളാണ്. ഞാൻ അന്നാണ് ആദ്യമായിട്ട് കാണുന്നത് ഇറ്റാലിയൻ മാർബിളൊക്കെ. ഭയങ്കര കാണേണ്ടതാണ്, ഭയങ്കര വിലയാണ്. ഇതൊരു 25 വർഷം മുമ്പത്തെ കഥയാണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. പ്രാർത്ഥന വെച്ചപ്പോൾ സഭകളിൽ ഓരോ വീടുകളിൽ പ്രാർത്ഥനയാണ്. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, പക്ഷേ പിള്ളേർ വന്നിട്ട് പോയ ശേഷം പ്രാർത്ഥന വെച്ചാൽ മതി. അവർ യൂറോപ്പിലാണ്. പിള്ളേർ വന്നിട്ട് പോയ ശേഷം പ്രാർത്ഥന വെച്ചാൽ മതി. ഓക്കെ, ഞാൻ എന്താണ് നമ്മൾ ചോദിക്കേണ്ട കാര്യമുണ്ടോ?
അത് വീട്ടുകാരുടെ സൗകര്യമല്ലേ. അപ്പോൾ ഭിത്തിയൊക്കെ എന്ന് പറഞ്ഞാൽ കാണേണ്ടതാണ്. ഏറ്റവും കൂടിയ പ്ലാസ്റ്റിക് എമർഷൻ്റെ പെയിൻ്റൊക്കെ അടിച്ചാന്ന് പറഞ്ഞാൽ അത് അത്ര ഫിനിഷിങ് വർക്കൊന്നും ഞാൻ കണ്ടിട്ടില്ല. ബോംബെ എന്നൊരു ടീമിനെ കൊണ്ടുവന്ന് അത് ചെയ്തത്. പ്രാർത്ഥന അവരും പിള്ളേർ വെളിയിൽ നിന്ന് വന്നു, 15-20 ദിവസം ഉണ്ടായിരുന്നു. അവർ പോയി കഴിഞ്ഞപ്പോൾ പ്രാർത്ഥന വെക്കുന്ന കാര്യം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞൊരു കാര്യം, പിള്ളേർ സ്കൂളിൽ പോകുന്ന ദിവസം മതി പ്രാർത്ഥന. പറഞ്ഞാൽ അവരുടെ പിള്ളേരുടെ കാര്യമല്ല, സഭയിലുള്ള പറഞ്ഞാൽ അവധി ദിവസമാകുമ്പം പ്രാർത്ഥനയ്ക്ക് പിള്ളേരും കൂടെയൊക്കെ വരും. പിള്ളേർ അതും കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നാലും എനിക്ക് പിടികിട്ടുന്നില്ല, നമുക്കങ്ങോട്ട് വെളിവ് വീഴുന്നില്ല. ഇതെന്താ കാര്യം? പിന്നെ ഇതൊന്ന് അറിയണമെന്നുള്ളൊരാഗ്രഹമായി, അറിയണമെന്ന്. അപ്പോൾ പരമാവധി ശ്രമിച്ചപ്പോൾ എനിക്കൊരു ചെറിയ അറിവ് കിട്ടി. മറ്റൊന്നുമല്ല, പുതിയ വീടാണ്, ഇറ്റാലിയൻ മാർബിളാണ്. പിന്നെ ഈ ഫുഡൊക്കെ കൊടുക്കുമ്പോൾ ഈ പിള്ളേരൊക്കെ ഇരുന്ന് കഴിച്ച് കഴിയുമ്പോൾ അതിനകത്തെ എണ്ണയും അതും ഇതുമൊക്കെ ചിലപ്പം ഫ്ലോറിൽ വീഴും. ഈ പുതിയ ഭിത്തിയൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ പിള്ളേരതെ മാന്തും. അങ്ങനെ അത് പിള്ളേർക്ക് പുള്ളിയുടെ പിള്ളേർക്ക് തീരെ ഇഷ്ടമല്ല. കാലണയ്ക്ക്, അന്നത്തെ പഴയ കാലത്തെ കഥ ഞാൻ പറയാം, 25 പൈസയ്ക്ക് ഒരു റബ്ബറും കുഴി അന്നത്തെ കാലത്ത് എടുക്കണമെങ്കിൽ 25 പൈസ കിട്ടും. ഒരു റബ്ബറിന് കുഴി എടുത്തു കൊടുത്താൽ, റബ്ബർ വെക്കുന്നവർക്ക്. അങ്ങനെ കാലണയ്ക്ക് റബ്ബറും കുഴി എടുത്ത് നടന്ന അപ്പനായി ഈ അപ്പൻ. ഹല്ലേലൂയ. മക്കളൊക്കെ പഠിച്ച് അപ്പൊ ഈ കാലണക്കാശും കൊണ്ട് പിള്ളേരെ പഠിപ്പിച്ച അപ്പനാണ് ഈ അപ്പൻ. ആ അപ്പൻ്റെ ഈ അധ്വാനത്തിലൂടെ പഠിച്ചവരാണ് ഈ മക്കൾ. ഇപ്പോ പ്രാർത്ഥനക്കാരൊന്നും അങ്ങനെ ഇടിച്ചു കയറുന്നതിനോട് താല്പര്യമില്ല. ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഇതിങ്ങനെ കിടക്കുക, ഹൃദയത്തിൽ. പക്ഷെ ആ വീട് ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. കാരണം അപ്പനും മരിച്ചു, അമ്മയും മരിച്ചു, പിള്ളേർ യൂറോപ്പിൽ നിന്ന് തൊട്ട് നാട്ടിലോട്ട് വരത്തുമില്ല. അനാഥപ്രേതം പോലെ കാട് കയറി കിടക്കുക. വിശുദ്ധന്മാർ 10 പേരെ കൂടി വന്ന് ആരാധിക്കുമ്പോൾ അത് പുതിയ വീടിൻ്റെ ഭംഗി കുറയ്ക്കുമെന്ന്. ഞാനിത് അതിശയോക്തിയൊന്നും കാണണ്ട. അങ്ങനെയുള്ളവർ ഇന്നും ഉണ്ട്. ഒരു സംശയം വേണ്ട. സെറ്റി അഴുക്കാവും. നമ്മുടെ കൊച്ചു പിള്ളേരൊക്കെ വന്ന് കിടന്ന് ചാടത്തില്ലേ? സെറ്റി അഴുക്കാകും, ഭിത്തി അഴുക്കാകും, ഫ്ലോർ അഴുക്കാകും. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, എൻ്റെ കർത്താവിൻ്റെ പ്രത്യേകത കണ്ടോ? ആ കഫർന്നഹൂമിലെ വീട്ടുകാരുടെ പ്രത്യേകത കണ്ടോ? യേശുവിന് കഫർന്നഹൂമിൽ ചെന്നാൽ ആ വീട്ടിൽ ചെല്ലാൻ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ കർത്താവിന് ഇഷ്ടം തോന്നണം. വീടിൻ്റെ വലുപ്പത്തിലൊന്നും അല്ല, വീട്ടുകാരുടെ മനസ്സിന്റെ വലുപ്പം. ആമേൻ. നല്ല മനസ്സുള്ളവരായി നമുക്ക് ജീവിക്കാൻ കഴിയട്ടെ. ഞാൻ ഈ വീടിനെ കുറിച്ച് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ. പുതിയ നിയമത്തിലെ വീടിനെ ഇപ്പോഴും എനിക്ക് അത്ഭുതമാണ്. 120 പേരെ പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്ന വീട്. അത് എത്ര ദിവസമാണ്? 10 ദിവസം. 2-3 പേര് അതിഥികളായി വന്നൊരു 2-3 ദിവസം കഴിയുമ്പോൾ നമ്മൾ കുഴയും. 10 ദിവസം 120 പേര് അവർ ഉപവസിച്ച് കാത്തിരുന്നു എന്ന് ബൈബിളിലില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്ന ഈ 120 പേരും ആഹാരം കഴിച്ച് തന്നെയാണ് പരിശുദ്ധാത്മാവിനായി കാത്തിരുന്നത്. 100-200 പേര് കൂടുന്ന ഒരു പൊതുസമ്മേളനത്തിൽ ഒരു നേരം ശാപ്പാടുണ്ടാക്കി കൊടുക്കുന്ന പാട് നമുക്കറിയാം. 120 പേരെ 10 ദിവസം ആ വീട്ടുകാർ ശുശ്രൂഷിച്ചെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചർച്ചിൽ ഒരു പ്രാവശ്യം പറഞ്ഞു, എന്തിനാ ഒരുപാട് കുടുംബങ്ങൾ വേദപുസ്തകം വിഭാവന ചെയ്യുന്ന ഗുണമുള്ള കുടുംബങ്ങൾ മതി അല്ലേ? യെസ്. ഒരു നല്ല മനസ്സില്ലാത്ത ഞാൻ എത്ര നേരം ആരാധിച്ചാലും
അനുഗ്രഹിക്കപ്പെടുകയില്ല എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. പക്ഷെ എനിക്കൊരു നല്ല മനസ്സുണ്ടെങ്കിൽ, ആമേൻ, ഞാൻ ദൈവസന്നിധിയിൽ നിന്നൊന്ന് മൂളിയാ മതി, ഒന്ന് മൂളിയാ മതി. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള വീടുകളോട് കർത്താവ് ഒരു പ്രത്യേകത കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ ആ വീടിന്റെ പ്രത്യേകത അറിയാമല്ലോ. 120 പേരെ നിറച്ചു എന്ന് മാത്രമല്ല, അവിടെ എഴുതിയിരിക്കുന്നത് അവർ ഇരുന്നിരുന്ന വീട്, വായിച്ചിട്ടില്ലേ? വീട് മുഴുവനും നിറച്ചു. വീട് നിറയ്ക്കുന്ന കാര്യം കർത്താവ് പറഞ്ഞില്ല. കാത്തിരിക്കുന്നവർക്ക് വാഗ്ദത്തം ലഭിക്കുമെന്നേ കർത്താവ് പറഞ്ഞുള്ളൂ. പക്ഷേ 10ാമത്തെ ദിവസം കാത്തിരുന്നവരുടെ അകത്ത് നിറച്ചത് കൂടാതെ, കണ്ടോ കണ്ടോ കണ്ടോ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി, ദൈവദാസന്മാർക്ക് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി നീ നല്ല മനസ്സോടെ ചിലത് ചെയ്താൽ എന്റെ ദൈവം നിനക്ക് കടക്കാരനായിരിക്കത്തില്ല. എന്റെ ദൈവം നിനക്ക് കടക്കാരനായിരിക്കത്തില്ല. അപ്രതീക്ഷിക്കാത്ത ചില നിറവുകൾ. ഹല്ലേലൂയ. വീടുമായി ബന്ധപ്പെട്ട പ്രത്യേകതകൾ ഞാൻ വിടുന്നു. ഈ വീട്ടിൽ നടന്ന ആ സംഭവം ഒന്ന് ഓർപ്പിച്ചിട്ട് നിർത്താം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഭാഗമായി ഈ 2-ാം അധ്യായം. 4 പേര് ചേർന്ന് ഒരു പക്ഷവാതക്കാരനെ ചുമന്ന് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാരം നിമിത്തം അവനോട് സമീപിച്ചുകൂടായികയാൽ അവർ ഇരുന്ന സ്ഥലത്തിന്റെ മേൽപ്പുര പൊളിച്ചു തുറന്ന് പക്ഷവാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. മതി മതി, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മൾ കേട്ടിട്ടുണ്ട്. യേശു ഉണ്ടെന്ന ശ്രുതി കേട്ട് ഒരു രോഗിയെയും കൊണ്ട് 4 പേര് വരുവാണ്. പക്ഷവാത രോഗി. ഞാൻ ഒരിക്കൽ, എനിക്ക് തോന്നുന്നു ബിജു പാസ്റ്റർ ചർച്ചിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്, എപ്പോഴോ. പക്ഷവാത രോഗി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഒരു സൈഡ് പക്ഷപാതം എന്ന് പറഞ്ഞാൽ ഒരു വശമേ തളർന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു കൈക്ക് കുഴപ്പമൊന്നും ഇല്ല, ഒരു കാലിനും കുഴപ്പമില്ല, ഒരു സൈഡ് കുഴപ്പമില്ല. പക്ഷേ ഒരു സൈഡിൽ കൈ അനക്കാനും പറ്റത്തില്ല, കണ്ണനക്കത്തില്ല, കാലനക്കത്തില്ല. അതാണ് പക്ഷപാത രോഗം. പകുതി തളർന്ന ശരീരം, അതാണ് പക്ഷപാത രോഗം. പക്ഷപാത രോഗികൾ സാധാരണ കിടപ്പാണല്ലോ, കാരണം അവർക്കൊരിക്കലും നടക്കാൻ പറ്റില്ല. പക്ഷെ എൻ്റെ വിലയിരുത്തലിൽ ഇന്നത്തെ പക്ഷപാത രോഗികൾ കിടപ്പൊന്നുമല്ല, അവർ മീറ്റിങ്ങിനൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ഹല്ലേലൂയ. എങ്ങനെ നമുക്ക് തെളിയിക്കാൻ പറ്റും? ഇന്നത്തെ പക്ഷപാത രോഗികൾ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് എങ്ങനെ തെളിയിക്കാൻ പറ്റും? അങ്ങനെയുള്ളവരെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. അവർ ഒരു കൈ കൊണ്ട് തുടയിലടിക്കത്തേ ഉള്ളൂ, 2 കൈയും കൂടെ ചേർത്ത് കൊട്ടത്തില്ല. ചിലരെന്നെ കണ്ണ് വീഴ്ച നോക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് പ്രൂവ് ചെയ്യ്. എൻ്റെ 2 കൈയും ആരോഗ്യമുള്ളതാണെങ്കിൽ എന്തേ ഞാൻ ഒരു കൈ എടുക്കാത്തത്? ഇതാണ് താളം. എന്നിട്ട് ചിലപ്പോൾ അങ്ങോട്ട് മൂത്ത് വരുമ്പോൾ കൈ ഒന്നുകൂടെ പൊക്കി ഇങ്ങനെ കാണിക്കും. നിനക്കിട്ടൊക്കെ വെച്ചിട്ടുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. ഈ പക്ഷപാത രോഗികളുടെ പ്രത്യേകത, ചിലർക്ക് കൈ കൊടുക്കും, ചിലർക്ക് കൈ കൊടുക്കത്തില്ല. ചിലരെ നോക്കി ചിരിക്കും, ചിലരെ നോക്കി ചിരിക്കത്തേയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ ആരെയെങ്കിലും നിങ്ങൾ കാണുവോ, ഈ ഫോട്ടോ വെച്ച് ഏരിയയിൽ പരിചയപ്പെടുകയോ ചെയ്താൽ അവരോട് വിഷമോ ഒന്നും തോന്നരുത്, പക്ഷപാത രോഗിയാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഹല്ലേലൂയ. അത്രയും പറയും. ഇപ്പം പക്ഷപാത രോഗം നമ്മുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് അറിയാൻ വേണ്ടി ഒരു തെളിവ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. വിട്ടേരെ. എനിക്ക് ആ 4 പേരെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവരെ സഭയോടെ ഉപമിക്കുന്നു. ഈ മനുഷ്യനെ ചുമന്നുകൊണ്ട് വന്ന 4 പേർ ആത്മഭാരമുള്ള സഭയ്ക്ക് നിഴലാണ്. ഞാനാണെങ്കിലും വീട്ടുമുറ്റം വരെ ചുമന്നെത്തിച്ച
രോഗിയെ അവിടെ ഇട്ടിട്ട് അല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് പോകാം. നമുക്ക് അടുത്ത പ്രോഗ്രാം ഉണ്ട്. നമുക്ക് 2 മണി മുതൽ 4 മണി വരെ അടുത്ത ഇൻ്റർസെസറി പ്രെയറുണ്ട്, മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. കാരണം നമ്മൾ ആ കേസ് എവിടെ എത്തിച്ചിട്ടുണ്ട്? യേശു ഇരുന്ന വീട്ടുമുറ്റത്ത് എത്തിച്ചല്ലോ. അവിടെയാണ് ആ 4 പേരുടെ മനസ്സ്. അവരൊരു തീരുമാനമെടുത്താ വന്നത്. ഇങ്ങോട്ട് ഞങ്ങൾ ഇവനെ ചുമന്നോണ്ടാ വന്നെങ്കിൽ തിരിച്ച് ഞങ്ങൾ ഇവനെ ചുമക്കത്തില്ല. ഹല്ലേലൂയ. ഞാനൊരു ദൂത് പറയാം. സഭായോഗത്തിന് വന്നപ്പോ നീ ഉള്ളിൽ ചുമന്നുകൊണ്ട് വന്നത്, ഹൃദയത്തിൽ ചുമന്നുകൊണ്ട് വന്നത് തിരിച്ചു ചുമക്കാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഈ കഫർനഹൂമിലെ വീടിൻ്റെ 3-ാമത്തെ പ്രത്യേകത എന്നാണെന്നറിയോ? സ്ഥലമില്ലായികയാൽ. കാരണം യേശു അകത്തിരിക്കുകയാണ്, സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. താഴെ കൂടെ വന്നപ്പോൾ സ്ഥലമില്ലായികയാൽ ഇവരെ ഈ കിടക്കയോടെ ഇവനെയും കൊണ്ട് വീടിൻ്റെ അത് വായിച്ചിട്ടുണ്ടോ? വെറുതെ വായിച്ചു വിടരുത്. വീടിൻ്റെ മുകളിൽ കയറി, ഇന്നത്തെ പോലെ കോൺക്രീറ്റ് ബിൽഡിംഗ് ഒന്നുമല്ല, കുറേ കമ്പും കഴകളും വെച്ച് ചുണ്ണാമ്പുകല്ലും പശമണ്ണും കൊണ്ടാണ് ഇതിൻ്റെ മേൽക്കൂര ഉണ്ടാക്കുന്ന. അന്നത്തെ കാലത്തെ പാലസ്തീനിലെ വീടുകൾ അങ്ങനെയാണ്. 3, 4, 5 കമ്പ് വലിച്ചൂരി കഴിഞ്ഞാൽ ആ മണ്ണ് താഴെ വീഴും. അപ്പം ഈ കമ്പും ഇങ്ങനെ പീസ് കമ്പുകൾ ഇങ്ങനെ വെച്ചാണ് മേൽക്കൂര ചെയ്യുന്നത്. അല്ലാതെ നമ്മുടെ ഇവിടുത്തെ പോലെ കോൺക്രീറ്റ് കെട്ടിട എഴുതി 4 പേര് വന്ന് പൊളിച്ചെന്നൊന്നും ചിന്തിക്കരുത്. എന്നാലും അങ്ങനെ ഒരു മേൽക്കൂര ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ പൊളിക്കാൻ എളുപ്പമാണ്, പക്ഷേ ഒരെണ്ണം പണിയാനാ പാട്. അത്രയൊരു മേൽക്കൂര ഉണ്ടാക്കണ എന്ത് പണിപെട്ടിട്ടുണ്ട്. അവർ 4 പേര് ഇവനെയും കൊണ്ട് മുകളിൽ കയറിയിട്ട് ആ മേൽക്കൂര പൊളിച്ചെന്നല്ലേ നമ്മൾ വായിക്കുന്നത്, അല്ലേ? മേൽ സ്ഥലത്തിൻ്റെ പുരുഷാര നിമിത്തം അവനോട് സമീപിച്ചു കൂടായികൾ അവൻ ഇരുന്ന സ്ഥലത്തിന്റെ മേൽക്കുര പൊളിച്ചു തുറന്ന് പക്ഷപാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. ശ്രദ്ധിച്ചേ, മേൽപ്പുര പൊളിച്ച് തുറന്ന്. കാരണം കിടക്കയോടെ ഇറക്കണം. ഇപ്പം പക്ഷപാത രോഗിയാണല്ലോ. അപ്പോൾ ഒരു കട്ടിലിൻ്റെ വലിപ്പം മനസ്സിൽ കാണും. അപ്പോൾ ഒരു കട്ടിലിൻ്റെ മുകളിൽ രോഗി കിടക്കുന്നു. അവനെ കിടക്കയോടെ ഇറക്കി വെച്ചെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ നമ്മുടെ ഇന്നത്തെ പോലെ വലിയ വീടല്ലല്ലോ, പാലസ്തീനിലെ കൊച്ചു കൊച്ചു വീടുകളാണ്. പിന്നെ അതിന് മേൽക്കൂര ഇല്ല. കാരണം ഒരു കട്ടിലിറക്കത്തക്ക നിലയിൽ മേൽക്കൂര ഓൾറെഡി പൊളിച്ചു കഴിഞ്ഞു. ഇവിടെ ഞാൻ ആ വീട്ടുകാരനെ ഒന്നുകൂടെ പ്രശംസിക്കുന്നു. സ്വന്തം വീടിൻ്റെ മേൽക്കൂര 4 പേര് ചേർന്ന് തച്ചിനിരുന്ന് പൊളിക്കുമ്പോൾ ആ വീട്ടുകാരൻ അനങ്ങിയില്ല. പിന്നെങ്ങനെ എൻ്റെ കർത്താവ് പിന്നെയും അവിടെ ചെല്ലാതിരിക്കും? മനസ്സിലായോ? യേശു പിന്നെയും വരണമെങ്കിൽ, അവൻ പിന്നെയും വന്ന് ചിലത് ചെയ്യണമെങ്കിൽ, ഹല്ലേലൂയ, വീടിന്റെ മേൽക്കൂര പൊളിക്കുമ്പോ രക്തത്തിൽ ആശ്രയിച്ചിരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, കർത്താവിന്റെ കൃപയിൽ ശരണപ്പെട്ട് കർത്താവ് ഒരുക്കുന്ന നിത്യതയിലെ ആ വീടിനെ കുറിച്ചുള്ള ചിന്തയോടെ ഞാൻ ഇരിക്കും എന്ന് തീരുമാനിച്ചിട്ടുള്ളവർ ഇവിടെ ഉണ്ടെങ്കിൽ, യോഗം കഴിയുമ്പോൾ എന്നെ കണ്ടേച്ചേ പോകാവൂ. ഇരിക്കുവോ? നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടിന്റെ മേൽക്കൂരേ പൊളിക്കുമ്പം നമ്മൾ രക്തത്താൽ ചെയ്യും. എവിടെ അന്നേരം അറിയാം ആത്മീയം. അയ്യോ, അത്രയും 3-4 കുടുംബം മതിയായിരുന്നല്ലേ? എന്നെ ഫാമിലിയാന്ന് അത്. അപ്പം ഞാൻ ആ മനുഷ്യനോടൊന്ന് സംസാരിക്കും. എന്നാടെ ഇയാളീ കാണിക്കുന്നത്? ആത്മീയം ബൈബിൾ ക്ലാസ് യേശു നടത്തുന്നു, ഒക്കെ എല്ലാം ശരിയാ. വീടിൻ്റെ മണ്ട പൊളിക്കുമ്പോൾ നിങ്ങളിങ്ങനെ അനങ്ങാതിരിക്കുന്നത് എന്തുകൊണ്ട്, എങ്ങനെ പറ്റുന്നു? എന്തായിരിക്കും ആ സഹോദരൻ പറയുന്നത്? പാസ്റ്ററേ, എനിക്കെൻ്റെ വീടിനേക്കാൾ വലുത് ഒരാത്മാവിൻ്റെ വിടുതല.
എനിക്കെന്റെ വീടിനേക്കാൾ വലുത് ഒരാത്മാവിന്റെ വിടുതല. പിന്നെ എങ്ങനെ കർത്താവ് പിന്നെയും ചെല്ലാതിരിക്കും ആ വീട്ടിൽ? അത്രയ്ക്കും അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്. പിന്നെ നമ്മൾ വായിച്ചത് അവൻ ഇരുന്ന മേൽക്കൂര, അവൻ ആ സ്ഥലത്തിൻ്റെ മേൽക്കൂര പൊളിച്ച് തുറന്ന് പക്ഷവാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. ഇപ്പോൾ സ്ഥലമായി. നേരത്തെ ഈ കിടക്കയും കൊണ്ട് താഴെ കൂടെ വന്നപ്പോൾ സ്ഥലമില്ലായിരുന്നു. സ്ഥലമില്ലാഞ്ഞിട്ടാണല്ലോ മുകളിൽ കയറിയത്. ഇപ്പം എങ്ങനെ ഈ സ്ഥലം ഉണ്ടായി? ഇപ്പം കിടക്കയോടെ ഇറക്കി വെച്ചെന്നല്ലേ എഴുതിയേക്കുന്നത്. ഇപ്പം എങ്ങനെ ഈ സ്ഥലം ഉണ്ടായത്? നേരത്തെ സ്ഥലമില്ലാഞ്ഞിട്ടാണ് ഇവർ മേളിൽ കയറിയത്. ഇപ്പം കിടക്കയോടെ ഇറക്കി വെച്ചെന്ന് എഴുതിയേക്കുന്നു. അത് നമുക്ക് ചിന്തിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. ഈ ഒരാൾ നോക്കിയപ്പോഴേ ഒരു കട്ടിൽ ഇറങ്ങി വരുന്നു മേളിൽ നിന്ന്. കട്ടിലിൻ്റെ മുകളിൽ രോഗി കിടന്നുള്ള കാര്യം ഈ യോഗത്തിന് ഇരിക്കുന്നവർക്ക് അറിയത്തില്ലല്ലോ. രോഗിയെ ആരും കാണുന്നില്ല, കാരണം കട്ടിന് മുകളിലല്ല കിടക്കുന്നത്. നോക്കുമ്പോൾ അപ്പം കട്ടിൽ മാത്രമേ താഴെ ഇരിക്കുന്നവരെന്ന് പറയുമ്പോൾ യേശുവിൻ്റെ ഏറ്റവും അടുത്ത ആളുകൾ പറയുമല്ലോ, ഞങ്ങളെ ദീർഘവർഷങ്ങളായിട്ട് ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഭയങ്കര യേശുവിൻ്റെ ഏറ്റവും അടുത്ത അവൻ്റെ കൗൺസിലിലെ ആളുകളാണ് ഞങ്ങൾ. കർത്താവുമായിട്ട് വളരെ ചേർന്ന് കൗൺസിൽ ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. എഴുന്നേറ്റ് നടക്കാൻ നിവൃത്തിയില്ലാത്തവൻ വരുമ്പം ഈ പണ്ടേ വന്നിങ്ങനെ പറ്റിക്കൂടിയിരിക്കും, ഒന്ന് ഒതുങ്ങിക്കൂടെ? അതൊതുങ്ങത്തില്ല. അതൊരു ദൂതാണ്. ആത്മാക്കളുടെ വിടുതലിന് ആരും തടസ്സമാവരുത്. ഞാൻ ഒരാളെ കൊണ്ടുവരുന്നില്ലെങ്കിലും ഞാനായിട്ട് തടസ്സം നിൽക്കരുത്. അപ്പം ഞാൻ വിചാരിക്കുന്നത്, എൻ്റെ ഭാവനയെ കണ്ടതാ, അടുത്തിരുന്ന ബ്രദറെ ഇഷ്ടമുള്ള പേര് നമുക്ക് ഇടാൻ. കാരണം ബൈബിളിലൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും ഏത് കുഞ്ഞച്ചനായാലും ഒരു കുഞ്ഞച്ചനെ തോണ്ടിയിട്ട് പറഞ്ഞു കട്ടിൽ വരുന്നുണ്ട് മേളിൽ നിന്ന്. നോക്കിയപ്പോൾ അവിടെ നിൽക്കുകയല്ല, കട്ടിൽ താഴോട്ട് ഒതുങ്ങാതിരുന്ന സകല പുള്ളികളും. കട്ടിലെന്നും താഴെക്കൂടെ വരുമെന്ന് ചിന്തിക്കരുത്. ഇതുപോലെ ചിലപ്പോൾ മേളിൽ നിന്ന് വരും. ആമേൻ. അന്നേരം പിന്നെ ദൂതൊന്നും പറയാതെ തന്നെ കട്ടിലിറങ്ങി വന്ന ആരാ ഒതുങ്ങാത്തത്? അതൊരു നല്ല ചിന്തയാണ്. ആ ഭാഗം പറഞ്ഞ് ഞാൻ വിടട്ടെ. എൻ്റെ കർത്താവ് ഇവൻ്റെ പാപം മോചിച്ചു. അപ്പോൾ യേശു പിന്നെയും വന്നതിൻ്റെ ലക്ഷ്യം കണ്ടോ? യേശു ഭൂമിയിലേക്ക് വന്നത് എന്തിനാണെന്ന് ആ വീട്ടിലിരുന്ന് തെളിയിച്ചു. മനുഷ്യപുത്രൻ പാപങ്ങളെ മോചിപ്പാൻ അത്രേ വന്നത്. പാപം മോചിച്ചു. പരീശന്മാരെ കുറിച്ചൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്, ശാസ്ത്രിമാരെ കുറിച്ച്. ഞാൻ ആ ഭാവം പൊത്തു പോകുന്നില്ല. രണ്ടാമത് അവനോട് പറഞ്ഞു, നീ നിന്റെ കിടക്കയെടുത്ത്. അവിടെ എനിക്കൊരു ചെറിയ മനപ്രയാസം ഉണ്ടായ ഒരു കാര്യമുണ്ട്. ഇത്രയും വർഷം ഒറ്റ കിടപ്പ് കിടന്നവനോട് സൗഖ്യമായപ്പോൾ നീ പോകാൻ നേരം നിന്റെ കിടക്ക നീ എടുക്കണമെന്ന് പറഞ്ഞത് എനിക്കൊരു ചെറിയ വിഷമം തോന്നി. നമ്മളാണേ ചെയ്യിക്കുമോ? ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടന്ന നമ്മുടെ ഒരാൾ ഡിസ്ചാർജ് ആകുമ്പോൾ നമ്മളൊരു ഫ്ലാസ്ക് പോലും അവരെ കൊണ്ട്, അയ്യോ ആൻറ്റി ഇവിടെ വെച്ചേരെ, നമ്മൾ എടുപ്പിക്കത്തില്ല. കാരണം സൗഖ്യമായി ഡിസ്ചാർജ് ആയെങ്കിലും നമ്മൾ ഒന്നും അവരെ കൊണ്ട്. പക്ഷെ യേശു നേരെ തിരിച്ചാ. യേശു പറയാ, വീട്ടിൽ ചെന്ന് കട്ടിലേ കിടക്കണമെങ്കിൽ അതിൻ്റെ കാര്യം വല്ലതും മനസ്സിലായോ? അതിനകത്ത് ദൂത് മനസ്സിലായോ? ഇങ്ങോട്ട് ചുമന്ന 4 പേരെ അവരുടെ വിശ്വാസം കണ്ടിട്ടെന്നൊരു വാക്യമുണ്ട്, അങ്ങോട്ടൊന്നും ഞാൻ കയറുന്നില്ല. ഈ ചുമന്നുകൊണ്ട് വന്നവരുടെ വിശ്വാസം കണ്ടിട്ടാ കർത്താവിൻ്റെ കരം അവിടെ ചലിച്ചത്. അപ്പൊ അവർ വന്നപ്പോഴേ തീരുമാനം എടുത്താൽ വന്നത്, തിരിച്ച് ഞങ്ങൾ ചുമക്കത്തില്ലെന്ന്. ആമേൻ, ആമേൻ. അത് കർത്താവിൻ്റെ മനസ്സില്ലായ്മയല്ല, യേശു അതിലൂടെ തെളിയിച്ച ഒരു സത്യമുണ്ട്. എൻ്റെ ഈ രോഗാതുരമായ അവസ്ഥയിൽ 3 ആഴ്ച മുമ്പ് പരിശുദ്ധാത്മാവ് എനിക്കൊരു വലിയ ബലം തന്ന ഒരു ചിന്തയായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ, പക്ഷേ ഈ വചനം വീണ്ടും എന്നോട് ഇടപെട്ടു.
എന്നാന്നറിയോ, അവൻ്റെ കിടക്ക അവനെ കൊണ്ട് എടുപ്പിച്ചപ്പോൾ ഇങ്ങോട്ട് ചുമന്നുകൊണ്ട് വന്ന 4 പേര് എങ്ങനെ പോയി? കയ്യും വീശിപ്പോയി. അവർ കയ്യും വീശിപ്പോയി. അതിനകത്ത് ദൂത് മനസ്സിലായോ? ഭാരം ചുമക്കുന്നവർ എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ ഭാരം ചുമന്നുകൊണ്ട് 4 പേര് വന്നത് യേശുവിൻ്റെ അടുക്കലാണ്. അപ്പൊ തിരിച്ചു പോകുമ്പോൾ കട്ടിലിൻ്റെ കാല് പോലും അവർ താങ്ങാൻ പാടില്ല, അവർ കയ്യും വീശിപ്പോണം. ഇന്നത്തെ സഭായോഗത്തിൽ യെസ്, ഓ ഹല്ലേലൂയ, കൈകൾ കൊട്ട വിട്ടൊഴിയട്ടെ, ഭാരങ്ങൾ മാറട്ടെ. ഓ ഹല്ലേലൂയ. കർത്താവ് അതിലൂടെ തെളിയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്നുമല്ല, അവൻ്റെ കിടക്ക അവനെ കൊണ്ടെടുപ്പിച്ചപ്പോൾ നാട്ടുകാർക്കെല്ലാം അറിയാം ഇവൻ പക്ഷപാത രോഗിയായിരുന്നു. ഒറ്റക്കിടപ്പ് കിടന്നതാണ്. കഫർന്നഹൂമിലെ വീട്ടിൽ യേശുവിൻ്റെ അടുക്കൽ ഇവനെ കൊണ്ടുവന്നതാണ്. ഈ നാട്ടുകാരുടെ മുമ്പിലൂടെ അവൻ്റെ കിടക്ക അവൻ എടുത്ത് നടക്കുമ്പോൾ അവരെ ചിന്തിക്കുന്ന ആരെക്കുറിച്ചാണെന്നറിയാം? ഇവനെക്കുറിച്ചല്ല, ഇവനെ വിടുവിച്ച കർത്താവിനെ കുറിച്ച്. എന്താ ചിന്തിക്കുന്നത്? രോഗശാന്തിക്കകത്ത് സമ്പൂർണ്ണ ആരോഗ്യം കൂടെ. ആമേൻ. ദൈവം കൈമാറുന്ന രോഗശാന്തിക്കകത്ത് സമ്പൂർണ്ണ ആരോഗ്യമുണ്ടെന്ന് കർത്താവ് അവിടെ തെളിയിക്കുക. രോഗശാന്തിയും ആരോഗ്യവും നൽകുന്ന ഈ കർത്താവിന് മഹത്വം കൊടുക്കാൻ ആ കർത്താവിന്റെ കരം ഇന്ന് പകൽ ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. ആ കർത്താവിന്റെ കരം ഇന്ന് പകൽ ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. നീ ചുമടുകളുമായി മടങ്ങാൻ അവൻ അനുവദിക്കത്തില്ല. നോ നോ നോ, അനുവദിക്കത്തില്ല. അവൻ പിന്നെയും വരുന്നത് നിന്റെ ഭാരങ്ങൾ എടുത്തു മാറ്റി പുതിയതൊന്ന് ചെയ്യാനാ.